അല്ല അങ്ങനല്ല, ശിക്ഷയില്ലാത്തോടെ എന്നെ ജയിലിലിട്ടോട്ടെ, അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഈ ഒരു മഹാപരാധത്തിന്റെ പേരിൽ KT ജലീൽ ജയിലിൽ. സ്കൂൾ കുട്ടിയുടെ ചെവിക്ക് പിടിച്ചു തിരിച്ച സംഭവത്തിൽ മുൻ മന്ത്രിയും മുൻ MLA-യുമായ KT ജലീൽ ഒടുവിൽ ക്യാമറകൾക്ക് മുന്നിൽ പൂർണ്ണമായി നിലതെറ്റി അലറുന്നു. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടിയപ്പോൾ ഒരു മുൻ ജനപ്രതിനിധിക്ക് ഒട്ടും ചേരാത്ത വിധം അഹങ്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ വാക്കുകളുമായി ജലീൽ രംഗത്തെത്തിയിരിക്കുകയാണ്. എന്നെ ജയിലിലിട്ടോട്ടെ എന്ന് വെല്ലുവിളിക്കുന്ന ജലീലിന്റെ ഈ പോക്ക് എങ്ങോട്ടാണ്? കേരളക്കരയാകെ ഈ ദൃശ്യങ്ങൾ കണ്ട് മൂക്കത്ത് വിരൽ വെക്കുകയാണ്. ഒരു പൊതുവേദിയിൽ വെച്ച് കൊച്ചുകുട്ടിയുടെ അക്ഷരത്തെറ്റ് തിരുത്താനെന്ന വ്യാജേന പരസ്യമായി കുട്ടിയുടെ ചെവിക്ക് പിടിച്ചു വലിച്ച മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ക്രൂരത ഇതിനോടകം തന്നെ വലിയ തോതിൽ ചർച്ചയായിരുന്നു. കുട്ടിയുടെ അവകാശങ്ങളെ കാറ്റിൽ പറത്തി പൊതുവേദിയിൽ അപമാനിക്കുന്ന രീതിയിലായിരുന്നു ജലീലിന്റെ ഈ പെരുമാറ്റം. ഒടുവിൽ ബാലാവകാശ കമ്മീഷന്റെ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തതോടെയാണ് ജലീലിന്റെ തനി നിറം പുറത്തു വന്നത്. തനിക്കെതിരെ കേസെടുത്താലും ഒരു പ്രശ്നവുമില്ലെന്ന അഹങ്കാരമാണ് അദ്ദേഹം ഇപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളമ്പുന്നത്. ബാലാവകാശ കമ്മീഷൻ എന്നെ വേണമെങ്കിൽ ജയിലിൽ ഇട്ടോട്ടെ. KT ജലീലിന്റെ ഈ പ്രസ്താവന നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയല്ലാതെ മറ്റെന്താണ്? കുട്ടിയുടെ ചെവിക്ക് പിടിച്ചത് നുള്ളലല്ലെന്നും സ്നേഹം കൂടുതലായതുകൊണ്ട് ചെയ്തതാണെന്നുമുള്ള ജലീലിന്റെ ന്യായീകരണം കേട്ട് ചിരിക്കണോ അതോ കരയണോ എന്ന് ജനങ്ങൾക്കറിയാം. താൻ ചെയ്തത് വലിയൊരു അപരാധമാണെന്ന് സമ്മതിക്കാൻ ഈ മുൻ മന്ത്രിയുടെ ഈഗോ ഇപ്പോഴും അനുവദിക്കുന്നില്ല. ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകരെ ലീഗുകാരും ജമാഅത്തുകാരുമായി മുദ്രകുത്തി രക്ഷപ്പെടാനാണ് ജലീൽ ശ്രമിക്കുന്നത്. ഫേസ്ബുക്കിൽ വിമർശിക്കുന്നവരെല്ലാം തന്റെ രാഷ്ട്രീയ ശത്രുക്കളാണെന്നാണ് ജലീൽ കരുതുന്നത്. എന്നാൽ പാർട്ടി വ്യത്യാസമന്യേ കേരളത്തിലെ മുഴുവൻ പൊതുസമൂഹവും ഈ അധ്യാപകന്റെയും മുൻ ജനപ്രതിനിധിയുടെയും മോശം പെരുമാറ്റത്തിനെതിരെ വിരൽ ചൂണ്ടുകയാണ്. തെരഞ്ഞെടുപ്പിൽ ജനം നൽകിയ പരാജയത്തിൽ നിന്നും ജലീൽ ഇപ്പോഴും ഒന്നും പഠിച്ചിട്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് ഈ ധാർഷ്ട്യം. കുട്ടികളോട് എങ്ങനെ പെരുമാറണമെന്നറിയാത്ത ഇങ്ങനെയുള്ളവരാണോ നാളത്തെ തലമുറയ്ക്ക് മാതൃകയാകേണ്ടത്? ബാലാവകാശ ലംഘനം നടത്തിയിട്ടും അത് തിരുത്താൻ തയ്യാറാകാതെ ജയിലിൽ പോകാൻ ഞാൻ തയ്യാറാണ് എന്ന് വെല്ലുവിളിക്കുന്ന ജലീലിനെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാകുമോ എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്നത്. അല്ല അങ്ങനെ ആ കുട്ടി പറയട്ടെ, ആയിക്കോട്ടെ, ഇത് പറഞ്ഞോട്ടെ, എനിക്കെതിരെ കേസ് എടുത്തോട്ടെ, എന്നിട്ട് ആ മുസ്ലിയാരെ ജയിലിലിട്ടോ. അല്ല ഞാൻ പറഞ്ഞത് കേസ് എടുത്തു, ശരി, എന്നിട്ട് മുസ്ലിയാരെ ജയിലിലിട്ടോ. എന്തായിരുന്നു മുസ്ലിയാർക്കെതിരെ, അത് പറഞ്ഞ മുസ്ലിയാർക്കെതിരെ എന്ത് ശിക്ഷയാണ് ബാലാവകാശ കമ്മീഷൻ കൊടുത്തത്? അല്ല എനിക്ക് കേസ് എടുത്തോട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല അങ്ങനല്ല, ശിക്ഷയില്ലാത്തോടെ എന്നെ ജയിലിലിട്ടോട്ടെ, അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഈ ഒരു മഹാപരാധത്തിന്റെ പേരിൽ KT ജലീൽ ജയിലിൽ. നമ്മളെ മുൻ ലോകായുക്ത സിറിയൻ ജോസഫ് ചെയ്തതുപോലെ ഏകപക്ഷീയമായി നമ്മളെ കേൾക്കാതെ പിന്നെ ശിക്ഷ വിധിക്കട്ടെ. കാര്യങ്ങൾ ശരിയാകുമെന്ന് ഒരു വിഭാഗം അധ്യാപകർ കരുതുന്നു എന്നാണ് പറയുന്നത്. അതായത് വടിയെടുത്തിട്ടില്ലല്ലേ, പൊതുവേദിയിൽ ഈ തരത്തിലുള്ള ഒരു പ്രശ്നമില്ല, അതിന് നിങ്ങൾക്കേ പ്രശ്നമുള്ളൂ. അല്ല, നിങ്ങൾ ഏഷ്യാനെറ്റിന് പ്രശ്നം ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ മീഡിയ വണ്ണിന് പ്രശ്നം ഉണ്ടാവുമായിരിക്കും, അങ്ങനെ ചിലപ്പോൾ ഉണ്ടാവും. അല്ലാതെ കുട്ടികൾക്ക് പരാതി ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. എന്താണ് ഒക്കെ ലീഗരും ജമാഅത്തുകാരും അല്ല, അതെല്ലാം അതൊക്കെ അങ്ങനെയല്ല ജമാഅത്തുകാരല്ലേ. ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാല് അതിൽ ഓടി വന്നിട്ട് അതില് പിന്നെ എതിർ കമന്റ് ഇടുന്നത് മൊത്തം ലീഗുകാരാണ്. ഈ പ്രൊഫൈൽ നോക്കിക്കോ, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരാവും. ഈ രണ്ടും അല്ലാത്ത കോൺഗ്രസ്സുകാർ പോലും വളരെ കുറവാണ് സാധാരണ ഉണ്ടാവാറ്. എനിക്കത് പൊതുവേദിയായിട്ടല്ല തോന്നിയത്, എനിക്കൊരു ക്ലാസ് റൂം ആയിട്ടാണ് അത് തോന്നിയത്. കാരണം ആ പരിപാടി നടന്നത് ഒരു ഗവൺമെന്റ് UP സ്കൂളിന്റെ കോമ്പൗണ്ടിലാണ്. വളരെ സെലക്ടഡ് ആയിട്ടുള്ളൊരു ഓഡിയൻസ് ആണ്. ആ കുട്ടികളും ആ കുട്ടികളുടെ രക്ഷിതാക്കളും മാത്രമാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. വേറെ ഒരാളും പങ്കെടുത്തിട്ടില്ല. അതെ, കാരണം നമ്മള് ഇപ്പൊ ഹിന്ദിയിൽ, അതുപോലെ തന്നെ ഇംഗ്ലീഷില്, അറബിക്ക്, ഇതിലൊക്കെ തന്നെ അവനവരുടെ അഡ്രസ്സ്, കാര്യങ്ങൾ, ഇതൊക്കെ ഒരു കുട്ടിയോട് എഴുതാൻ വേണ്ടി പറഞ്ഞാൽ ആ കുട്ടിക്ക് അത് എഴുതാൻ പറ്റണം. അപ്പൊ അങ്ങനെ എഴുതാൻ പറ്റണം എന്നുള്ള ഒരു സതുദ്ദേശത്തിലാണ്
നമ്മളിത് പറയുന്നത്. അത് തിരുത്തി കൊടുത്ത ആ കുട്ടിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഇനി അങ്ങനെ ഒരു അബദ്ധം പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് തിരുത്താത്തത്. മയ എന്ന് പറയുമ്പോഴും കുഴി എന്ന് പറയുമ്പോഴും അല്ല, മഴയാണ്, കുഴിയാണ്. മയു എന്നുള്ളതിന് പകരം മഴുവാണ് എന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഇവര് തിരുത്തിയിരുന്നു. ഇവർക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റുമായിരുന്നില്ല. ഒരിക്കലുമല്ല. സാഹചര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന പരിപാടികൾ അല്ലെങ്കിൽ അവര് സംബന്ധിക്കുന്ന പരിപാടികൾ അതിൽ ഞാൻ കുട്ടികളോട് ചോദിക്കും, ഒരിക്കലും തോന്നുന്നില്ല. ബാലാവകാശ കമ്മീഷൻ എന്ത് നടപടി എടുത്താലും ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. എനിക്കതിനെ 100% ഞാൻ അത് അനുസരിക്കുവാനും തയ്യാറാണ്. ഞാൻ വല്ല ജാമ്യത്തിനോ മുൻകൂർ ജാമ്യത്തിനോ ഒന്നും പോകുന്ന പ്രശ്നമില്ല. ഈ മായ കുഴി എന്നൊക്കെ പറയുന്നത് മലയാള ഭാഷയെ കൂടി അപമാനിക്കുന്ന രീതിയാണെന്നുള്ളതാണ് MSF ഉൾപ്പെടെ ആരോപിക്കുന്നത്. മയാ കുഴിന്ന് ഞാനല്ലല്ലോ പറഞ്ഞത്. താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല, ഞാനല്ലല്ലോ പറഞ്ഞത്. നിയമസഭയിൽ മന്ത്രിമാർ ഉത്തരം പറയണമെന്നൊന്നും കേട്ടിട്ടില്ല. മയ 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 കുയി 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 കുയി. അപ്പൊ അതൊന്നും എനിക്ക് കേട്ടിട്ടില്ല. അത് ശരി. അപ്പൊ പ്രാദേശിക ഭാഷയുടേത് എവിടെ? പ്രാദേശിക ഭാഷ അല്ലല്ല. അങ്ങനെ അല്ലല്ല, തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഞാനത് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പോ നമ്മൾ സംസാരിക്കുമ്പോ പറയാം, അങ്ങനെയൊക്കെ അനക്ക് പറയാം, എന്ത് മയ എന്ന് പറയാം ഇവരെ കൂട്ടത്തുനിന്ന്. ശരിയാണ്. അപ്പൊ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുമ്പോഴും പറയാം, എന്ത് എന്റെ റിപ്പോർട്ട് കൊടുക്കുമ്പോ പറയും ഇവിടെ ഭയങ്കര മഴയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് റിപ്പോർട്ട് കൊടുക്കാൻ ഇതൊന്നും തെറ്റുന്നില്ല. അതെ, തെറ്റിച്ചു. അങ്ങനെയുള്ള MM മണി അത് പറഞ്ഞതുകൊണ്ടല്ലേ അയാളെ മഹാപിന്നത്ത് പറഞ്ഞ നാട്ടുഭാഷയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ശരി, ഓക്കെ. അപ്പോ അല്ല, അബദ്ധമല്ല അത്. അതാ ഇപ്പൊ നിങ്ങൾ വിചാരിച്ചിരിക്കണ്. എമ്മി എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ യുമ്മി എമ്മി എന്ന് പറഞ്ഞാൽ, യുമ്മി എന്ന് ഇംഗ്ലീഷിൽ പറയും, എമ്മിന്ന് അറബ്സ് സാധാരണ ഈ അറേബ്യൻ രാജ്യത്ത് നല്ല സൂപ്പർ എന്നിട്ടോ ഭക്ഷണം എന്നുള്ളതിന് എമ്മി എന്നാ പറയാ. അപ്പൊ ഇവർക്ക് ദുബായിലും ഈ ഏജൻസികൾ ഉണ്ടല്ലോ, ഇവർക്ക് ദുബായിലുണ്ട് ഏജൻസികളെ. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുദ്ദേശിച്ചത് ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഓല അതിനെ എതിർക്കാതിരുന്നത്. ഇത് ചോദിച്ചു നോക്ക്, അറബിയില് നല്ല ഭക്ഷണം കഴിച്ചാല് അവര് പറയും എമ്മി എന്നാണ് പറയല്. ഹിന്ദിയിൽ പ്രാവീണ്യം ഇല്ല. പക്ഷെ എന്താ വെച്ചാൽ അക്ഷരങ്ങൾ അറിയാം. അക്ഷരം തെറ്റാതെ, അക്ഷരങ്ങൾ പൊതുവെ തെറ്റാതെ എഴുതാറുണ്ട്. പക്ഷെ നമ്മൾ ഈ വളർന്നു വരുന്ന കുട്ടികൾ അവർക്ക് എല്ലാ ഭാഷകളിലും നല്ല രൂപത്തിൽ ഒരു പ്രാവീണ്യം വേണം എന്നുള്ള സതുദ്ദേശത്തിലാണ് അത് ചെയ്തത്. പിന്നെന്താ, ഇന്ററാക്ഷൻ സെക്ഷൻ തുടരും. അതിന് ഇഷ്ടമുള്ള ആളുകൾ മാത്രം വിദ്യാർത്ഥികളുമായിട്ടുള്ള പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചാൽ മതി. PM-ശ്രീ എവിടെ? ഇതെവിടെ? ഇപ്പൊ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ആ കുട്ടികളെ പോയി കാണുന്നുണ്ട് എന്ന് പറഞ്ഞത്. കാരണം മൂപ്പര മണ്ഡലത്തിലാണ് ആ കുട്ടികളുള്ളത്. അത് പോയി കാണട്ടെ. ഷംസുദ്ദീനോട് അങ്ങനെ ആ കുട്ടികൾ മോശമായിട്ട് പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. അതല്ല, അതിനൊരു വോട്ടെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ലല്ലോ. എങ്ങനെ ഭൂരിപക്ഷം എങ്ങനെ പറയാം? കൂടുതൽ എന്ന് എങ്ങനെ പറയും? ഇന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ കമന്റ് അല്ല, അതിന്റെ ലൈക്ക് നോക്കിയിട്ട്. അപ്പൊ ഏതാ കൂടുതൽ? അല്ലല്ല, കമന്റ് അങ്ങനല്ല. ലൈക്ക് ഉള്ളത് നോക്കി. ലൈക്കിന്റെ 4 അതിലെ കമന്റിന് ലൈക്ക് ചെയ്യുന്ന ആൾക്കാർ ലൈക്കേ ചെയ്യുള്ളൂ. ലൈക്കിനെക്കാളും കമന്റ് കൂടിയാൽ അപ്പൊ ഈ പറഞ്ഞത് ശരിയാണ്. മകളും അങ്ങും ഭാര്യ എല്ലാവരും സജീവമായ ഇടത് രാഷ്ട്രീയത്തിൽ സജീവമായി എന്താ അതൊക്കെ നമ്മളുടെ പൊളിറ്റിക്സ് വേറെ, ഈ കാര്യം വേറെ. ഇതിന് രാഷ്ട്രീയവുമായിട്ട് ഒരു ബന്ധവുമില്ലല്ലോ. നമ്മള് കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു.
ഈ പരിപാടിയാകുമ്പോൾ പ്രത്യേകിച്ച് ജൻസി തലമുറയെ കുറിച്ച് നമ്മൾ കുറെ പറയാറുണ്ട്. അവർ മുമ്പോട്ട് വരാൻ അത്ര ഉഷാറായി വരുന്ന ആളുകളല്ല എന്നൊക്കെ പറയുന്ന ഒരു സംഭവം. അപ്പൊ അവരുടെ ഈ വേദി കുട്ടികളെ ചെവി നുള്ളുക, അവരെ നുള്ളിയിട്ടില്ലല്ലോ. ആരാ പറഞ്ഞത്? ചെവി നുള്ളിയോ? അല്ല, വേദന ഉണ്ടാക്കണില്ല. ഞാൻ കുട്ടിയോടൊന്ന് ചോദിച്ചോ, ആ കുട്ടി പറഞ്ഞല്ലോ അപ്പൊ എന്റെ ചെവി വെറുതെ ഒന്ന് പിടിച്ചു എന്ന് വിചാരിക്കാം, അത് നുള്ളല? അല്ല, പബ്ലിക് വേദിയിൽ ഞാൻ ചിരിച്ചുകൊണ്ടാണ് ചെയ്തത്. അവൻ ചിരിച്ചുകൊണ്ടാണ് അതിന് നേരിട്ടത്. ടാർഗറ്റ് മഹേഷിനെ മാത്രം പറയുമ്പോ മഹേഷിന് ഉറപ്പാണ് ഓനോട് സ്നേഹം എനിക്ക് കൂടുതലാണ്. സത്യം അങ്ങനെയാണ്. സാധാരണ നമ്മൾ ഒരാളെ പോയിന്റ് ചെയ്യുമ്പോൾ അയാളെ അപമാനിക്കാനല്ല സാധാരണ ശ്രമിക്കുക. ഒരു വാർത്ത നിങ്ങള് അതൊക്കെ തെറ്റന്നെ, അതൊക്കെ തെറ്റാണ്. ഇത് ഞാനൊരു ക്ലാസ് റൂമായിട്ടാണ് അതിനെ കാണുന്നത്. നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയാൽ മതി? പൊതുസമൂഹം കാണുന്നില്ല അല്ല, എന്റെ രാഷ്ട്രീയ ശത്രുക്കൾ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. പൊതുസമൂഹം എന്നുള്ളത് ആ നിലയിലേക്ക് അതിനെ ചേർത്തണ്ട. എന്റെ രാഷ്ട്രീയ ശത്രുക്കൾ MSFകാര് കാണുന്നില്ല, അല്ലെങ്കിൽ പിന്നെ യൂത്ത് ലീഗുകാർ, ലീഗിന്റെ ആളുകൾ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. എന്റെ രാഷ്ട്രീയ ശത്രുക്കൾ അത് കാണുന്നില്ല, അത്രേ ഉള്ളൂ. പിന്നെന്താ, തീർച്ചയായിട്ടും ഞാൻ ഇതുവരെ ഈ കുട്ടികളുമായിട്ട് കുട്ടികളുടെ അനുമോദന ചടങ്ങിൽ ഇന്നോളം ഞാൻ പങ്കെടുത്ത എല്ലാ ചടങ്ങുകളിലും ഇങ്ങനെ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാറുണ്ട്. അവരോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, അവർ വായിച്ച പുസ്തകങ്ങളെ കുറിച്ച് പറയിപ്പിക്കാറുണ്ട്, അതിന്റെ ഇതിവൃത്തത്തെ കുറിച്ച് പിന്നെ പറയിപ്പിക്കാറുണ്ട്. അതൊക്കെ എന്താണ്, കുട്ടികൾക്ക് കുറച്ചുകൂടി ഒരു എനർജി കിട്ടുകയല്ലേ ചെയ്യുക. അപ്പൊ നമ്മളുടെ ഒരു വീഴ്ച, നമ്മൾക്കൊരു ചെറിയൊരു തെറ്റുപറ്റി, ആ തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ ഒരു അധ്യാപകനും ഒരു പൊതുപ്രവർത്തകനും ആരും ചെയ്യേണ്ടത്. നിങ്ങളും അതാണല്ലോ ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു അധ്യാപകൻ വിദ്യാർത്ഥി എന്ന് പറയുന്ന ആ ഒരു ടേമിൽ അതിനെ കാണാൻ കഴിയാത്ത ആളുകളാണ് ഇത് വിവാദമാക്കുന്നത് എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, ഇല്ലല്ല, അതൊന്നും ആവശ്യം ഇക്കാര്യത്തിൽ ഇല്ലല്ലോ.